Welcome to my YouTube channel Code Learner. Last video നമ്മൾ C പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് C പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ഫ്ലോ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. നിങ്ങൾക്കറിയാം, ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് സീക്വൻഷ്യൽ ഓർഡറിലാണ് എക്സിക്യൂട്ട് ചെയ്യുക. അതായത് നിങ്ങൾ ഏത് ഓർഡറിലാണോ പ്രോഗ്രാം എഴുതിയിട്ടുള്ളത് ആ ഓർഡറിലായിരിക്കും പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു 10 ലൈൻസ് ഓഫ് കോഡ് പ്രോഗ്രാം എഴുതിയിട്ടുണ്ടെങ്കിൽ ലൈൻ നമ്പർ 1 മുതൽ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. ദെൻ ആ 10th ലൈനിന് വരെ ഏത് ഓർഡറിലാണോ നിങ്ങൾ പ്രോഗ്രാം എഴുതിയിട്ടുള്ളത് ആ പ്രോഗ്രാം ഓർഡറിലായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഇനി ചില കേസിൽ നിങ്ങൾക്ക് പ്രോഗ്രാം എക്സിക്യൂഷൻ ഫ്ലോ റെഗുലേറ്റ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, 5ാമത്തെ ലൈൻ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുകയാണ് 6ാമത്തെ ലൈൻ എക്സിക്യൂട്ട് ചെയ്യേണ്ട, പകരം 8ാമത്തെ ലൈന് മുതൽ എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ പ്രോഗ്രാം എക്സിക്യൂഷൻ ഫ്ലോ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് സ്ലൈഡിലോട്ട് കടക്കാം. ഈ ഒരു വീഡിയോയിൽ നമുക്ക് എക്സാമ്പിൾസ് ആയതും ഓരോ പ്രോഗ്രാം ചെയ്തു നോക്കാം. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ സി. നമ്മൾ നേരത്തെ പറഞ്ഞു, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത് പ്രോഗ്രാം എക്സിക്യൂഷൻ ഫ്ലോ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുക. മെയിനായിട്ടും സി പ്രോഗ്രാമിനകത്ത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് വരുന്നത് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, അതർവൈസ് കോൾഡ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ദെൻ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, അതായത് വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്, ഡു വൈൽ, ഇങ്ങനെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. ദെൻ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഇത്രയാണ് കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ എക്സിക്യൂഷൻ ഫ്ലോ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് അവൈലബിൾ ഇൻ സി. സോ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്, അതർവൈസ് കോൾഡ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ആ കണ്ടീഷൻ, അതിൻ്റെ റിസൾട്ട്, എക്സിക്യൂഷൻ റിസൾട്ട് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് തീരുമാനിക്കും. ട്രൂ ആണെന്നുണ്ടെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും, ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ വേറെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ബേസിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്, സിമ്പിളായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതാണ് അതിൻ്റെ സിൻടാക്സ് കാണിച്ചിട്ടുള്ളത്. ഈഫ് എന്നുള്ളൊരു കീവേഡ് എഴുതും, ബ്രാക്കറ്റിൽ നിങ്ങൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതും. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ഒരു എക്സ്പ്രഷൻ ആകാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ ലെസ് ദാൻ ബി അല്ലെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്നുള്ള വേരിയബിളിനകത്തുള്ള വാല്യൂ ലെസ് ദാൻ ബി എന്നുള്ള വേരിയബിളിനകത്തുള്ള വാല്യൂ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ എ എന്നുള്ള വേരിയബിളിനകത്ത് 10 എന്നുള്ള വാല്യൂ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാം. എ ഈക്വൽസ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്. നമ്മുടെ ഓപ്പറേറ്റേഴ്സിൻ്റെ കേസിൽ ഡിസിഷൻ മേക്കിംഗ് ഓപ്പറേറ്റർ പറഞ്ഞു, അല്ലെങ്കിൽ റിലേഷണൽ ഓപ്പറേറ്റർ പറഞ്ഞു. റിലേഷണൽ ഓപ്പറേറ്റർ, നമ്മുടെ ഓപ്പറേറ്റേഴ്സിൻ്റെ കേസിൽ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് പറഞ്ഞു. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡബിൾ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അല്ലെങ്കിൽ ലെസ് ദാൻ, ദെൻ ഗ്രേറ്റർ ദാൻ, ഇതുപോലുള്ള ഓപ്പറേറ്ററാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതുപോലുള്ള ഓപ്പറേറ്റേഴ്സ് നോർമലി യൂസ് ചെയ്യുക ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെയാണ് നോർമലി യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ജനറൽ സിൻടാക്സ് കൊടുത്തുള്ളത്. ഒരു എക്സാമ്പിൾ പ്രോഗ്രാം കോഡ് കൊടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് പ്രോഗ്രാം ഇല്ല, പ്രോഗ്രാമിനകത്തുള്ള ചെറിയൊരു പോർഷൻ മാത്രമാണ്. ഇത് വെച്ചിട്ടുള്ള പ്രോഗ്രാം നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ ഈ ഒരു കേസിൽ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, അതായത് എ എന്നുള്ള വേരിയബിളിനകത്തുള്ള വാല്യൂ ബി എന്നുള്ള വേരിയബിളിനകത്തുള്ള വാല്യൂവിനേക്കാളും വലിയ വാല്യൂ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണം. ഇവിടെ നമ്മൾ ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ എ ഈസ് ലാർജസ്റ്റ് എന്നിട്ടുള്ള മെസ്സേജ് പ്രിൻറ്റ് ചെയ്യണം. ഇത് കൂടാണ്ട് ഇതൊരു സിംഗിൾ ലൈൻ ഓഫ് കോഡാണ്. ഇത് കൂടാണ്ട് നിങ്ങൾക്ക് എത്ര ലൈൻസ് ഓഫ് കോഡും ഇതിനുള്ളിൽ എഴുതാൻ പറ്റും. അതായത് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എത്ര ലൈൻസ് ഓഫ് കോഡും നിങ്ങൾക്ക് ഇതിനുള്ളിൽ എഴുതാൻ പറ്റും. സപ്പോസ് നിങ്ങൾക്കൊരു സിംഗിൾ ലൈനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെങ്കിൽ, അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഒരു സിംഗിൾ കണ്ടീഷനാണ്, സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബ്രാക്കറ്റ് ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതുപോലുള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ഇവിടെ ബ്രാക്കറ്റ് ഇടേണ്ട ആവശ്യമില്ല, കാരണം ഒരു പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതുപോലത്തെ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ,
അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രാക്കറ്റ് നോർമലി ഇടേണ്ടി വരും. അത് സാമ്പിൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഇവിടെ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ സെറ്റ് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യണം. ഇനി ഈ കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു കണ്ടീഷൻ ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ നേരെ കൺട്രോൾ ഇങ്ങോട്ട് വരും. ഇതാണ് ഞാൻ പറഞ്ഞത് എക്സിക്യൂഷൻ ഫ്ലോ റെഗുലേറ്റ് ചെയ്യും. അതായത് ഇവിടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും ലൈൻസ് ഓഫ് കോഡ് പ്രോഗ്രാം സ്കിപ്പ് ചെയ്യും അല്ലെങ്കിൽ കമ്പൈലർ സ്കിപ്പ് ചെയ്യും. എന്നിട്ട് നേരെ കൺട്രോൾ ഇങ്ങോട്ടാണ് ജമ്പ് ചെയ്യുക, ഇങ്ങോട്ട് വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സെറ്റ് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു സാമ്പിൾ കോഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എ ഈസ് ബിഗ്ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യും. ഇനി എ ഗ്രേറ്റർ ദാൻ ബി അല്ലെങ്കിൽ എന്ത് ചെയ്യും, നേരെ കൺട്രോൾ എൽസ് പോർഷനിലോട്ട് വരും. അപ്പോൾ ഇത്രയും ലൈൻ ഓഫ് കോഡ് ഇത് സ്കിപ്പ് ചെയ്യും. പിന്നെ ബി ഈസ് ബിഗ്ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. ഏതൊരു പ്രോഗ്രാം ലാംഗ്വേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് ഇതുപോലത്തെ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ അടുത്തത് ഈഫ് എൽസ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് എൽസ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ സിൻറ്റാക്സ് കൊടുത്തിട്ടുള്ളത് ഈഫ് നമ്മളൊരു കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും, അത് ട്രൂ ആണെങ്കിൽ ഈ സെറ്റ് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ട്രൂ അല്ലെങ്കിൽ നേരെ കൺട്രോൾ ഇങ്ങോട്ട് വരും. ഇവിടെ എഗെയിൻ അതിനുള്ളിൽ വീണ്ടും ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ യൂസേജ് വരുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കൊരു 3 നമ്പർ തന്നു അല്ലെങ്കിൽ 4 നമ്പർ തന്നു, അതിനകത്ത് നിന്ന് ബിഗ്ഗസ്റ്റ് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 നമ്പറിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഫസ്റ്റ് കേസിൽ ഇവിടെ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ള എക്സാമ്പിൾ നോക്കാം. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എ ഈസ് ബിഗ്ഗസ്റ്റ് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യും. എ ഗ്രേറ്റർ ദാൻ ബി അല്ലെങ്കിൽ നേരെ കൺട്രോൾ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇങ്ങോട്ട് എപ്പോഴാണ് കൺട്രോൾ എത്താറ്, ഇങ്ങോട്ട് കൺട്രോൾ എപ്പോഴാണ് എത്തുക, അതായത് ഈ കണ്ടീഷൻ ഫാൾസ് ആകുമ്പോഴാണ് കൺട്രോൾ ഇങ്ങോട്ട് എത്തുക. ഈ കണ്ടീഷൻ എപ്പോഴാണ് ഫാൾസ് ആവുക, എ ഗ്രേറ്റർ ദാൻ ബി അല്ലെങ്കിൽ, ദാറ്റ് മീൻസ് ബി ഗ്രേറ്റർ ദാൻ എ. അപ്പോൾ ബി ഗ്രേറ്റർ ദാൻ എ ആകുമ്പോഴാണ് കൺട്രോൾ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്യുക, ബി ഗ്രേറ്റർ ദാൻ സി ആണെന്നും കൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ബി ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ കൺട്രോൾ ഇങ്ങോട്ട് വന്നു. ഇനി ബി ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ, അതായത് ബി എന്നുള്ളത് എനേക്കാളും സിനേക്കാളും വലുതാണ്, അങ്ങനെയാണെങ്കിൽ സി ഈസ് ബിഗ്ഗസ്റ്റ് എന്നിട്ട് പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എൽസ് സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ നിങ്ങൾക്ക് വീണ്ടും ഈഫ് എൽസ് ഇങ്ങനെ എഴുതി കൊണ്ടുപോയി ചെയിനായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിനെ എൽസീഫ് ലാഡർ എന്നാണ് പറയുക, എൽസീഫ് ലാഡർ. അപ്പോൾ ഇതിങ്ങനെ എത്ര ലാഡർ വേണമെങ്കിലും നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ താഴോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇവിടെ ഈ ഒരു കേസ് നോക്കി, ഇവിടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ബ്രാക്കറ്റ് ഇട്ടിട്ടില്ല. ബ്രാക്കറ്റ് ഇടണം നിർബന്ധമില്ല. ബ്രാക്കറ്റ് ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്യും വേണ്ടി വരും. അപ്പോൾ ഇതാണ് എൽസീഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഇവിടെ വേറൊരു കേസ് ഉള്ളത്, നിങ്ങളുടെ എൽസ് ബ്ലോക്കിൻ്റെ ഉള്ളിൽ, ഇതിനൊരു ബ്ലോക്ക് എന്നാണ് പറയുക, ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തോ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് അതിനുള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റിന് ബ്ലോക്ക് ഓഫ് കോഡ് എന്നാണ് പറയുക. ഇവിടെ എൽസ് ഓപ്പൺ ചെയ്തു, അതിനുള്ളിൽ ഈഫ് കണ്ടീഷൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഈഫ് കണ്ടീഷന് ഇവിടെ തന്നെ കൊടുക്കാം. അതായത് എൽസ് ഒരു സ്പേസ് കൊടുത്തിട്ട് ഈഫ് ബി ഗ്രേറ്റർ ദാൻ സി അങ്ങനെയും എഴുതാം. നമുക്ക് പ്രോഗ്രാം എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടും. അടുത്ത നമുക്ക് 2 ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. റൈറ്റ് എ പ്രോഗ്രാം ടു ചെക്ക് വെദർ എ ഗിവൺ നമ്പർ ഈസ് ഓഡ് ഓർ ഈവൺ. ഇത് നമുക്ക് എക്സാമ്പിൾ പ്രോഗ്രാമായിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട ലോജിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂസർ ഇടുന്നൊരു നമ്പർ റീഡ് ചെയ്യണം, കമ്പ്യൂട്ടർ റീഡ് ചെയ്യണം. എന്നിട്ട് ആ റീഡ് ചെയ്ത നമ്പർ ഓഡാണോ ഈവൻ ആണോ എന്ന് കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കണം. അതൊരു സി പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പെർസെൻറ്റേജ് സിമ്പൽ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റിമൈൻഡർ കിട്ടും. അതായത് മോഡുലസ് ഓപ്പറേറ്റർ എന്ന് പറയും. അതായത് ഒരു നമ്പറിനെ വേറെ നമ്പറായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിമൈൻഡർ എത്രയാണോ ആ റിമൈൻഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മോഡുലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്കകത്ത് ഒരു 11 എന്നുള്ളൊരു വാല്യൂ ഉണ്ടെന്ന് കരുതുക. സോ എ മോഡ് 2 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിമൈൻഡർ 1 ആണ് കിട്ടുക. 11 മോഡ് 2 ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 1 ആണ്. അതേപോലെ തന്നെ ഫോർ എക്സാമ്പിൾ എക്കകത്ത് 10 എന്നുള്ളൊരു വാല്യൂ ഉണ്ടെന്ന് കരുതുക. സോ 10 മോഡ് 2 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിമൈൻഡർ 0 ആണ് കിട്ടുക. ഇനി ഫോർ എക്സാമ്പിൾ 7 എന്നുള്ള നമ്പർ 7 മോഡ് 2 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിമൈൻഡർ 1 ആണ് കിട്ടുക. അതേപോലെ 6 മോഡ് 2 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിമൈൻഡർ 0 ആണ് കിട്ടുക.
അപ്പോൾ എല്ലാ ഈവൻ നമ്പേഴ്സിനെയും ഏതൊരു ഈവൻ നമ്പേഴ്സിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിമൈൻഡർ 0 ആണ് കിട്ടുക. എല്ലാ ഓഡ് നമ്പേഴ്സിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിമൈൻഡർ 1 ആണ് കിട്ടുക. അപ്പോൾ ഈ ഒരു ലോജിക്ക് യൂസ് ചെയ്ത് നമുക്ക് ആ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞത് റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ബിഗ്ഗസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് ആണ് പറഞ്ഞത്. ബിഗ്ഗസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് LCF ലാഡർ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ മെത്തേഡ് നിങ്ങൾക്ക് ലോജിക്കൽ കണക്ടർ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 റിലേഷണൽ ഓപ്പറേറ്റർ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ. അപ്പോൾ ലോജിക്കൽ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടും ചെയ്യാം, അതുപോലെ തന്നെ വിത്തൗട്ട് യൂസിങ് ലോജിക്കൽ ഓപ്പറേറ്ററും ചെയ്യാം. നമുക്കതിൻ്റെ എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. അപ്പം നേരെ നമുക്കൊരു ഓൺലൈൻ കമ്പൈലർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യന് ഒരു നമ്പർ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ ഓഡാണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഓൺലൈൻ കമ്പൈലറാണ് യൂസ് ചെയ്യുന്നത്. മുമ്പത്തെ വീഡിയോസിലൊക്കെ യൂസ് ചെയ്ത പോലെ തന്നെ ഓൺലൈൻ കമ്പൈലറാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രോഗ്രാം ടൈപ്പ് ചെയ്യാം. #include stdio.h. This is our header file. Then void main. ഈ ബ്രാക്കറ്റിനുള്ളിലാണ് നമ്മളെ പ്രോഗ്രാം ലോജിക്ക് എഴുതേണ്ടത്. തൽക്കാലം നമുക്കൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാം. ഒരു ഇൻഡ് നമ്പറിന് വേണ്ടിയിട്ട് നം എന്നുള്ളൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാം. ഇനി യൂസറോട് പറയാം ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യാൻ പറയാം. printf enter the input number. നമ്പർ ഇൻപുട്ട് ചെയ്യാൻ ചോദിച്ചു. അപ്പോൾ യൂസർ നോർമലി ഇൻപുട്ട് ചെയ്യുമ്പോൾ ആ വാല്യൂ റീഡ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് സ്കാൻഎഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം. സ്കാൻഎഫ് ഡബിൾ കോഡിൻ്റെ ഉള്ളിൽ %d ഇൻറ്റിജർ നമ്പറാണ് റീഡ് ചെയ്യുന്നത്, കോമ ആമ്പർസാൻഡ് എങ്ങോട്ട് റീഡ് ചെയ്യണം, നം എന്നുള്ള വേരിയബിളിനകത്തോട്ട് റീഡ് ചെയ്യണം. ഇനിയാണ് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഇൻപുട്ട് ചെയ്ത നമ്പർ ഓഡാണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം, ഡിസിഷൻ എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. ഈഫ് ഇൻപുട്ട് ചെയ്ത നമ്പർ മോഡ് 2, അതായത് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിമൈൻഡർ ഈക്വൽസ് 0 ആണെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് printf ഈവൻ നമ്പർ. ഇനി ഇൻപുട്ട് ചെയ്ത നമ്പർ മോഡുലസ് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് =0 അല്ലെങ്കിൽ അതിനാണ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. എൽസ് printf കോഡ് നമ്പർ. ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എൻ്റർ ദ ഇൻപുട്ട് നമ്പർ ചോദിക്കുന്നുണ്ട്. നമുക്ക് 13 ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓഡ് നമ്പർ എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടി എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. നമുക്കൊരു നമ്പർ 20 ഇൻപുട്ട് ചെയ്ത് നോക്കാം. ഈവൻ നമ്പർ എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് യൂസ് ചെയ്തത്. നിങ്ങൾക്കൊരു എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഈഫ് എഴുതിയിട്ട് എൽസ് എഴുതണം നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ എഴുതിയാലും പ്രോഗ്രാം വർക്ക് ചെയ്യും. നിങ്ങൾക്ക് ഒരു എൽസ് എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈഫ് എഴുതൽ മസ്റ്റായിട്ടും എഴുതേണ്ടി വരും. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പ്രോഗ്രാം എറർ കാണിക്കും. അപ്പോൾ ഒരു എൽസ് എഴുതണം എന്നുണ്ടെങ്കിൽ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റായിട്ടും വേണം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നുള്ളൂ. അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രിൻ്റ്എഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബ്രാക്കറ്റ് ഇടണമെന്ന് നിർബന്ധമില്ല. ബ്രാക്കറ്റ് ഇട്ടാലും പ്രോഗ്രാം വർക്ക് ചെയ്യും. ഇങ്ങനെ എഴുതണം നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ എഴുതിയാലും പ്രോഗ്രാം വർക്ക് ചെയ്യും. അപ്പോൾ ഇതൊരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫ് കോഡാണ്. ഇതിനുള്ളിൽ നിങ്ങൾക്ക് എത്ര സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിലും എഴുതാൻ പറ്റും ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണൊരു ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു നമ്പർ ഓഡാണോ ഈവൻ ആണോ ചെക്ക് ചെയ്യാനുള്ള ഒരു സാമ്പിൾ പ്രോഗ്രാം. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ഈ പ്രോഗ്രാം ഫുള്ള് ഡിലീറ്റ് ചെയ്യാം. പ്രോഗ്രാം സ്ട്രക്ചർ മാത്രം അവിടെ നിർത്താം. സെക്കൻഡ് ക്വസ്റ്റ്യന് 3 നമ്പർ ഇൻപുട്ട് ചെയ്തിട്ട് ആ നമ്പറിനകത്ത് ബിഗ്ഗസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാനാണ്. ബിഗ്ഗസ്റ്റ് നമ്പർ. അപ്പോൾ ബിഗ്ഗസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പോലുള്ള സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ 3 നമ്പർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് 2 നമ്പറിനകത്ത് ബിഗ്ഗസ്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് 2 വേരിയബിളാണ് വേണ്ടത്. ഇൻഡ് a, b 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. യൂസറിനോട് 2 നമ്പർ ഇൻപുട്ട് ചെയ്യാൻ പറയാം. printf enter 2 numbers.
നമ്പേഴ്സ്, രണ്ട് നമ്പർ ഇൻപുട്ട് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. സോ സ്കാൻഎഫ് പെർസെൻറ്റേജ് ഡി, രണ്ട് നമ്പറാണ് റീഡ് ചെയ്യേണ്ടത്. സോ പെർസെൻറ്റേജ് ഡി കോമ ആംപർസാൻഡ് എ കോമ ആംപർസാൻഡ് ബി, രണ്ട് നമ്പർ റീഡ് ചെയ്തു. ഇനി നമുക്ക് ഈഫ് ലോജിക് എഴുതണം. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എന്ത് ചെയ്യണം? പ്രിന്റ് ഓഫ് എ ഈസ് ബിഗ്ഗസ്റ്റ്. ഇവിടെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എ ഈസ് ബിഗ്ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് പ്രിന്റ് ചെയ്ത് വരിക. പകരം നമുക്ക് ഇൻപുട്ട് ചെയ്ത നമ്പർ ഈസ് ബിഗ്ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വരികയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10 ഈസ് ബിഗ്ഗസ്റ്റ് അല്ലെങ്കിൽ 100 ഈസ് ബിഗ്ഗസ്റ്റ്, അതുപോലെ ആ ഫോർമാറ്റിൽ പ്രിന്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പെർസെൻറ്റേജ് ഡി യൂസ് ചെയ്യുക. ഇനി ആ പെർസെൻറ്റേജ് ഡി എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇവിടെ എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിലാണ് ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുക. സോ എ എന്ന് കൊടുക്കുക. ഇതേപോലെ തന്നെ എൽസ് സ്റ്റേറ്റ്മെന്റിൽ എൽസ് പ്രിന്റ് ഓഫ് പെർസെൻറ്റേജ് ഡി ഈസ് ബിഗ്ഗസ്റ്റ്, അതെന്താന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. പെർസെൻറ്റേജ് ഡി എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ഇതാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബ്രാക്കറ്റ് ഇടണം നിർബന്ധമില്ല. ഇവിടെ ഞാനൊരു ടാബ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അടുത്ത ലൈനിൽ. ഇത് ഇൻഡൻറ്റേഷൻ എന്ന് പറയും. ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും പ്രോഗ്രാം വർക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇപ്പോഴേ ഇതിങ്ങനെ ശീലിക്കുക. ഓരോ ഇൻഡൻറ്റേഷൻ കൊടുത്ത് ഒരു ബ്ലോക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്ലോക്ക് ഒരു ടാബ് സ്പേസ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക? അടുത്ത ലൈൻ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ വരുന്ന എല്ലാം ഒരേ അലൈൻമെൻറ്റിൽ എഴുതുക. പിന്നെ ഒരു ഈഫ് കണ്ടീഷൻ വരുമ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിനുള്ളിലത്തെ വേറെ ബ്ലോക്ക് ഓഫ് കോഡാണ്. അപ്പോൾ നിങ്ങളൊരു ഇൻഡൻറ്റേഷൻ, ഒരു ടാബ് സ്പേസ് കൊടുത്തിട്ട് എഴുതുക. ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എൻ്റർ ടു നമ്പേഴ്സ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് 40ഉം 55ഉം എൻ്റർ ചെയ്യാം. 55 ഈസ് ബിഗ്ഗസ്റ്റ്. ഇതിനകത്ത് ഏത് ബ്ലോക്കാണ് എക്സിക്യൂട്ട് ചെയ്തത്? ഈ ബ്ലോക്കാണ് എക്സിക്യൂട്ട് ചെയ്തത്. കാരണം ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. എക്കകത്ത് നമ്മൾ 40 ആണ് എൻ്റർ ചെയ്തത്, ബിക്കകത്ത് 55 ആണ് എൻ്റർ ചെയ്തത്. സോ 40 ഗ്രേറ്റർ ദാൻ 55 അല്ല, അത് ഫാൾസ് ആയിട്ടുള്ള കണ്ടീഷനാണ്. അപ്പോൾ നേരെ കൺട്രോൾ ഇങ്ങോട്ട് വന്നു. ഇതാണ് എക്സിക്യൂട്ട് ചെയ്യുക. നമുക്ക് വേറെ രണ്ട് നമ്പർ ഇൻപുട്ട് ചെയ്ത് നോക്കാം. 1000 400. 1000 ഈസ് ബിഗ്ഗസ്റ്റ്. ഇതാണ് രണ്ട് നമ്പർ അതിനകത്ത് ബിഗ്ഗസ്റ്റ് എന്ന് കണ്ടുപിടിക്കാനുള്ളത്. ഇനി നമുക്ക് മൂന്ന് നമ്പറിൻ്റെ പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കാം. മൂന്ന് നമ്പറിൻ്റെ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ലോജിക്കൽ കണക്ടർ യൂസ് ചെയ്തിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടും ചെയ്യാം, അല്ലാണ്ടും ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ 3 വേരിയബിൾ ആണ് വേണ്ടത്. യൂസറിനോട് 3 നമ്പർ ഇൻപുട്ട് ചെയ്യാൻ ചോദിക്കാം. പ്രിന്റ് ഓഫ് എൻ്റർ 3 നമ്പേഴ്സ്, 3 നമ്പർ ഇൻപുട്ട് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. സ്കാൻഎഫ് പെർസെൻറ്റേജ് ഡി 3 പെർസെൻറ്റേജ് ഡി വേണ്ടി വരും. കാരണം 3 വേരിയബിൾസ് ആണ് റീഡ് ചെയ്യുന്നത്. സോ പെർസെൻറ്റേജ് ഡി ആംപർസാൻഡ് എ, പെർസെൻറ്റേജ് ഡി ആംപർസാൻഡ് ബി ആൻഡ് ആംപർസാൻഡ് സി, 3 വേരിയബിൾസ് ആണ് റീഡ് ചെയ്യുന്നത്. ഇനിയാണ് നമ്മുടെ ഈഫ് കണ്ടീഷൻ എഴുതേണ്ടത്. ഇവിടെ 3 വേരിയബിൾസ് തമ്മിലാണ് ചെക്ക് ചെയ്യുന്നത്. സോ എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് ഡബിൾ ആംപർസാൻഡ് യൂസ് ചെയ്യണം. ഇവിടെ ലോജിക്കൽ കണക്ടറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. എ ഗ്രേറ്റർ ദാൻ ബിയും ആകണം, അതുപോലെ എ ഗ്രേറ്റർ ദാൻ സിയും ആകണം. ഇതിങ്ങനെ തന്നെ എഴുതുക. എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് ഓഫ് പെർസെൻറ്റേജ് ഡി ഈസ് ബിഗ്ഗസ്റ്റ് എ. ഇതേപോലെ അടുത്ത കണ്ടീഷൻസ് എഴുതാം. ഇഫ് ബി ഗ്രേറ്റർ ദാൻ എ ആൻഡ് ബി ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ ബി ഈസ് ബിഗ്ഗസ്റ്റ്. ഇതേപോലെ അടുത്ത കണ്ടീഷൻ എഴുതാം. ഇഫ് സി ഗ്രേറ്റർ ദാൻ എ ആൻഡ് സി ഗ്രേറ്റർ ദാൻ ബി. അങ്ങനെയാണെങ്കിൽ സി ഈസ് ബിഗ്ഗസ്റ്റ് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യണം. നമുക്ക് റൺ ചെയ്ത് നോക്കാം. എൻ്റർ 3 നമ്പേഴ്സ് 40 60 10. 60 ഈസ് ബിഗ്ഗസ്റ്റ്. ഇനി വേറെ നമ്പർ കൊടുക്കാം. 10 40 10,000. സോ 1000 ഈസ് ബിഗ്ഗസ്റ്റ്.
ഓക്കെ, അപ്പോൾ ഇതാണ് ലോജിക്കൽ കണക്ടർ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം. അപ്പോൾ ഇവിടെ ആംപർസാൻഡ് ഡബിൾ ആംപർസാൻഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഈ കണ്ടീഷനും ട്രൂ ആകണം ആൻഡ് ഈ കണ്ടീഷനും ട്രൂ ആകണം. ഈ രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യുള്ളൂ. അതല്ല, ഇതിനകത്ത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫാൾസ് ആയി കഴിഞ്ഞാൽ, അതായത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിറ്റ് വൈസ് ഓപ്പറേറ്റർ, 1ഉം 0ഉം വന്നു കഴിഞ്ഞാൽ ലാൻഡ് ചെയ്യുമ്പോൾ 1ഉം 0ഉം വന്നു കഴിഞ്ഞാൽ റിസൾട്ട് 0 ആണ്, അതായത് ഫാൾസ് ആണ്. രണ്ടും 1 വന്നു കഴിഞ്ഞാലാണ് അത് ട്രൂ ആയി കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ലോജിക്കൽ കണക്ടർ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം. നമുക്ക് സെയിം പ്രോഗ്രാം തന്നെ വിത്തൗട്ട് യൂസിങ് ലോജിക്കൽ ഓപ്പറേറ്റർ ഒന്ന് ചെയ്ത് നോക്കാം. വിത്തൗട്ട് യൂസിങ് ലോജിക്കൽ ഓപ്പറേറ്റർ. സോ ഫസ്റ്റ് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ അഗെയിൻ ഒന്നും കൂടി ചെക്ക് ചെയ്യാം. ഇഫ് എ ഗ്രേറ്റർ ദാൻ സി. അപ്പോൾ ഇവിടെ എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ മാത്രമേ ഇതിനുള്ളിലോട്ട് കടക്കുകയുള്ളൂ, അല്ലെങ്കിൽ എൽസ് പോർഷനിലോട്ടാണ് വരിക, ഇങ്ങോട്ടാണ് വരിക. അപ്പോൾ ഇവിടെ എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ സി ആണോ എന്നും കൂടിയും ചെക്ക് ചെയ്യും. അതാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ഓഫ് %d ഈസ് ബിഗ്ഗസ്റ്റ് എന്താന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. %d എന്താന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. എ ആണ്, അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി ആണ്, അതേപോലെ തന്നെ എ ഗ്രേറ്റർ ദാൻ സിയും ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് പ്രിന്റ് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എൽസ് എഴുതി കൊടുക്കാം. എൽസ്, അതായത് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിലാണ് ഈ ബ്ലോക്കിനുള്ളിലോട്ട് കടക്കുക. എന്നിട്ട് ഇവിടെ ഒന്നുകൂടി ചെക്ക് ചെയ്യും, എ ഗ്രേറ്റർ ദാൻ സി ആണോ എന്ന് ചെക്ക് ചെയ്യും. എ ഗ്രേറ്റർ ദാൻ സി അല്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് വരും. അതിന് മീനിങ് എന്താണ്? എ ഗ്രേറ്റർ ദാൻ ബി ആണ്, പക്ഷേ എ ഗ്രേറ്റർ ദാൻ സി അല്ല. അതിന് മീനിങ് എന്താണ്? സി ആണ് വലിയ ആൾ എന്നല്ലേ. സോ പ്രിന്റ് ഓഫ് സി ആണ് വലിയ ആൾ. സോ പ്രിന്റ് ഓഫ് %d ഈസ് ബിഗ്ഗസ്റ്റ്, സി ആണ് വലിയ ആൾ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യും. ഇനി സപ്പോസ് ഫസ്റ്റ് കണ്ടീഷനിൽ തന്നെ ഫാൾസ് ആയി എന്ന് കരുതുക, അതായത് എ ഗ്രേറ്റർ ദാൻ ബി എന്നുള്ളത് ഫാൾസ് ആയി. ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ ബ്ലോക്കിനുള്ളിലോട്ട് കടക്കുള്ളൂ. അത് ഫാൾസ് ആണെങ്കിൽ കൺട്രോൾ നേരെ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇങ്ങോട്ട് എത്തുമ്പോൾ എപ്പോഴാണ് ബി ഗ്രേറ്റർ ദാൻ എ ആകുമ്പോഴാണ് ഇങ്ങോട്ട് എത്തുക. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ഇതിനുള്ളിലോട്ട് കടക്കും, പിന്നെ ഇങ്ങോട്ട് വരില്ല. ബി ഗ്രേറ്റർ ദാൻ നേരെ തിരിച്ചായിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരും. ബി ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ നമുക്ക് ഒരു കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്യേണ്ടി വരും. ബി ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ ബി ഗ്രേറ്റർ ദാൻ സി ആണെന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കുക. ബി ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ എന്ത് ചെയ്യുക, പ്രിന്റ് ഓഫ് %d ഈസ് ബിഗ്ഗസ്റ്റ്. അതെന്താണ്? ബി. അതായത് ബി ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ ഇങ്ങോട്ട് വന്നു, അഗെയിൻ ബി ഗ്രേറ്റർ ദാൻ സിയും കൂടി ആണെങ്കിൽ ബി ഈസ് ബിഗ്ഗസ്റ്റ് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യും. അതല്ലെങ്കിൽ ഒരു കണ്ടീഷൻ കൂടി കൊടുക്കേണ്ടി വരും. എൽസ്, അതായത് ബി ഗ്രേറ്റർ ദാൻ എ ആണ്, പക്ഷെ ബി ഗ്രേറ്റർ ദാൻ സി അല്ല. അപ്പോൾ എന്ത് ചെയ്യണം? സി ഈസ് ബിഗ്ഗസ്റ്റ് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യേണ്ടി വരും. പ്രിന്റ് ഓഫ് %d ഈസ് ബിഗ്ഗസ്റ്റ്. എന്താണ്? സി. ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾ എപ്പോഴും ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ ക്ലോസ് ചെയ്തിട്ട് അതിനുള്ളിലെ കോഡ് എഴുതുകയാണ് നല്ലത്. മറ്റേ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആയി പോകും ലാസ്റ്റ്. സോ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ റൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ ഒരു മിസ്റ്റേക്ക് കാണിക്കുന്നുണ്ട്. ഒരു ബ്രാക്കറ്റ് സെമിക്കോളൻ എന്തോ മിസ്സിംഗ് ആണ്. ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് മിസ്സിംഗ് ആണ്. ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എൻ്റർ 3 നമ്പേഴ്സ് ചോദിക്കുന്നുണ്ട്. സോ 30, 20, 10 3 നമ്പർ ഇൻപുട്ട് ചെയ്തു. സോ 30 ഈസ് ബിഗ്ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എക്സിക്യൂട്ടായി. എഗെയിൻ രണ്ടാമതൊന്നും കൂടി എൻ്റർ ചെയ്ത് നോക്കാം. 40, 10, 1000 ഈസ് ബിഗ്ഗസ്റ്റ്. എഗെയിൻ ഒന്നും കൂടി എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. 10,000, 2,000, 3,000. സോ 10,000 ഈസ് ബിഗ്ഗസ്റ്റ്. അപ്പോൾ ഇതാണ് 3 നമ്പർ ചെക്ക് ചെയ്യാനുള്ള പ്രോഗ്രാം. ഇതേ ലോജിക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറെൻറ്റ് നമ്പേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യാനും, അതുപോലെ ഈക്വൽ ടു ഓപ്പറേറ്റർ യൂസ് ചെയ്ത് 2 നമ്പർ തമ്മിൽ കമ്പയർ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇങ്ങനെയും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ തൽക്കാലം നമുക്ക് ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.